ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ്. പരിസര പഠനത്തിലെ നമ്മുടെ 3ാമത്തെ പാഠം ജലവും മണ്ണും. അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ പാഠമാണ് കേട്ടോ, ജലവും മണ്ണും. അപ്പം നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ പാഠത്തിന്റെ ഫസ്റ്റ് പേജ്. എന്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ജലം, അതായത് ജലം എങ്ങനെയൊക്കെയാണ് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, അതേപോലെ തന്നെ മണ്ണിനെ കുറിച്ചുമാണ് നമ്മൾ ഈ 3ാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് വായിച്ചു തുടങ്ങാം. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി. പെട്ടെന്നയ്യ ചെറുമഴ ചാറി, മാനമിരുണ്ടു വെള്ളിടി പാറി. കുട്ടനും കൂട്ടരും വീട്ടിലേക്ക് ഓടി. ചെറുമഴ പുതുമഴ കലപില മേളം. ആ മഴ പിന്നെ പെരുമഴയായി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി. മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടർക്കൊപ്പം കൂടി ആർത്തു തിമിർത്തു തക തിമിതോം. അപ്പൊ കുട്ടികൾ കളിക്കുകയാണ് അല്ലെ, മഴയത്ത് കളിക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, മരവും കിളിയൊക്കെ എന്താണ് സംസാരിക്കുന്നത് നോക്കിയേ. മരം എന്താ പറയണത്? മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പൊ എന്താണ് കൂട്ടിലിരിക്കുന്ന പക്ഷി പറയുന്നത്? ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, നല്ല തണുപ്പ്. അപ്പൊ ഇവിടെ നോക്കൂ, ചെടി എന്താ പറയണത്? മഴ നനഞ്ഞു കുളിർത്തു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും. നെക്സ്റ്റ് പേജ്. മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്ത് ഉണ്ടാവുക? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ഇതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റുപരിസരത്ത് ഉണ്ടാവുക എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തായിരിക്കും? ഒന്ന് നമ്മുടെ തണുപ്പ്, നല്ല തണുപ്പായിരിക്കും. പിന്നെയോ മണ്ണൊക്കെ നനഞ്ഞ് കുളിർത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? മഴ കഴിഞ്ഞാൽ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം. ഒന്ന് എന്താണ്? തണുപ്പുണ്ടാകും. അടുത്തത് പുഴ, കുളം, കനാൽ, കിണർ മുതലായ, ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ, മുതലായ ജലാശയങ്ങൾ എന്നാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. മുതലായ ജലാശയങ്ങൾ നിറയുന്നു. അടുത്തത് പറമ്പിൽ പുല്ലുകൾ മുളയ്ക്കുന്നു. മരങ്ങളും ചെടികളും തളിർക്കുന്നു. കൃഷി തുടങ്ങുന്നു. കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? അപ്പൊ ബാക്കിയുള്ളത് എഴുതി ചേർക്കുക. മണ്ണൊലിച്ചു പോകുന്നു. ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് ഉയരുന്നു. തവളകളുടെ കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെ നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ, ഇതുപോലെ മഴ കഴിഞ്ഞ ശേഷം നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി ചേർക്കുക. അടുത്തത്, ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? 12 മാസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഒരു വർഷത്തില് 12 മാസം നമുക്ക് മഴ ലഭിക്കുമോ കേരളത്തില്? ഇല്ല. ചില മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത് അല്ലെ? എപ്പോഴൊക്കെയാണ് നോക്കൂ, എപ്പോഴൊക്കെയാ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷം, അതായത് ഇടവപ്പാതി. ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള തുലാവർഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നല്ല മഴ കിട്ടുന്ന മാസങ്ങൾ കേട്ടോ. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണ് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ, തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ്. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ? മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിന്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ? മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? എന്താണ് ആ ഉപകരണത്തിന്റെ പേരെന്താ? മഴ അളക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? മഴവെള്ളം അളക്കുന്ന ഉപകരണത്തിന്റെ പേര് മഴമാപ്പിനി എന്നാണ് കേട്ടോ. മഴമാപ്പിനി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മഴമാപ്പിനി. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപ്പിനി. മഴമാപ്പിനി എന്ന് വെച്ചാൽ എന്താണ്? മഴ അളക്കുന്നതിനുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് മഴമാപ്പിനി. ഇത് എങ്ങനെ നിർമ്മിക്കാം? വളരെ സിമ്പിൾ ആയിട്ട് നിർമ്മിക്കാം കേട്ടോ. ആവശ്യമായ സാമഗ്രികൾ, അതായത് മഴമാപ്പിനി നിർമ്മിക്കാനുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെ വേണം? ഒരു ചില്ലുകുപ്പി വേണം, ഫണല്, ഈ മഞ്ഞ കളർ കണ്ടോ, ഇതിനെയാണ് ഫണൽ പറയുക കേട്ടോ. ഫണൽ, അതിന് ചോർപ്പ് എന്നും പറയും. പിന്നെ സ്കെയിൽ വേണം. നിർമ്മിക്കുന്ന വിധം എങ്ങനെയാണ്? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ചു വെക്കുക. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക.
ഇതുപോലെ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. കൂട്ടുകാർ ഒന്നിച്ച് മഴമാപ്പിനി നിർമ്മിച്ച് ഓരോ ദിവസത്തെ മഴ അളന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കും. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാൻ, മഴ അളന്നിട്ട് തീയതിയും അന്നേ ദിവസത്തെ മഴയുടെ അളവുമാണ് എഴുതാൻ പറയുന്നത് കേട്ടോ. സ്കെയിൽ ആയതുകൊണ്ട് സെന്റിമീറ്ററിലായിരിക്കും അല്ലേ, അത് കണ്ടെത്തിയിട്ട് എഴുതാനാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള മഴമാപ്പിനെ ഉണ്ടാക്കിയിട്ട് മഴയുള്ള ദിവസങ്ങളിൽ വെച്ച് അതെന്ത് ചെയ്യണം, കണ്ടെത്തി എത്ര അളവ് മഴയാണ് ഓരോ ദിവസം പെയ്തെന്നുള്ളത് കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്ത് നോക്കുക. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണ്, ഏറ്റവും കുറവ് ലഭിച്ചതോ തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പീരീഡിൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും നിങ്ങൾ ഇതുപോലെ മഴ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ നിരീക്ഷിച്ച ദിവസങ്ങളിൽ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, ഏത് ദിവസമാണ് കുറവ് ലഭിച്ചത്, ഏത് ദിവസമാണ് മഴയെ ലഭിക്കാത്തത്, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത്, എനിക്കും ഒരു മഴമാപ്പിനി വീട്ടിൽ തയ്യാറാക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. അപ്പൊ സ്വന്തമായിട്ടൊരു മഴമാപ്പിനി നിർമ്മിക്കാനാണ് പറയുന്നത്. അപ്പൊ ഉണ്ടാക്കി നോക്കുക. അടുത്തത്, മഴവെള്ളം എവിടേക്ക്. അപ്പൊ മഴ പെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ പെയ്ത മഴവെള്ളം എവിടേക്കാണ് ഒഴുകി പോകുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. അപ്പൊ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം ചെയ്യാനാണ് പറയണത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ചിത്രം 1 ഉണ്ട്, ചിത്രം 2 ഉണ്ട്. ചിത്രം 1 എന്താ ഉള്ളത്? ഉണങ്ങിയ മണ്ണ് നിറച്ച അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി. രണ്ടാമത്തെ ചിത്രത്തിലോ ഒരു പ്ലാസ്റ്റിക് കുപ്പി, കുറച്ച് വെള്ളം, ഒരു സൂചി. ഇനി എന്താ ചെയ്യേണ്ടത്? ചിത്രം 2 വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം 1 പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്യിക്കൂ. മണ്ണിൽ വീണ വെള്ളത്തിന് എന്തു സംഭവിച്ചു? കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ. ചിത്രവും വരച്ച് ചേർക്കൂ. അപ്പോൾ ഒരു അതായത് എന്ത് ചെയ്യാനാണ് പറയുന്നത്? പരീക്ഷണമായിട്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. പരീക്ഷണം എഴുതുന്ന സ്ഥലത്ത് എങ്ങനെ എഴുതണം? പരീക്ഷണത്തിന്റെ പേരെന്തായിരുന്നു, അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെ വേണം, പരീക്ഷണത്തിന്റെ രീതി എന്താണ്, അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ നിരീക്ഷണം എന്തായിരുന്നു, ആ നിരീക്ഷണത്തിൽ നിന്നും നിഗമനം എഴുതണം. അപ്പൊ എക്സാമിന് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു മെത്തേഡിൽ എഴുതുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. അപ്പൊ അല്ലാതെ പാരഗ്രാഫ് പോലെ അങ്ങോട്ട് എഴുതി വെക്കരുത്, ഇതുപോലെ എഴുതുക കേട്ടോ. പരീക്ഷണത്തിന്റെ പേര് എഴുതുക, ആവശ്യമായ സാമഗ്രികൾ അടുത്തത് എഴുതുക, അതിന്റെ അടുത്തത് പരീക്ഷണ രീതി എഴുതുക, അതിന്റെ അടുത്തതായിട്ട് നിരീക്ഷണം, ലാസ്റ്റ് ആയിട്ട് നിഗമനം. ഇതാണ് നമ്മളൊരു പരീക്ഷണത്തിന്റെ ഒരു എഴുതാനുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം നമുക്ക് പരീക്ഷണത്തിന്റെ പേര് എഴുതാം. എന്തെഴുതാം? മഴവെള്ളം എവിടേക്ക്. ആവശ്യമായ സാമഗ്രികൾ 2 പ്ലാസ്റ്റിക് കുപ്പി, സൂചി, ഉണങ്ങിയ മണ്ണ്, വെള്ളം. പരീക്ഷണ രീതി: ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് സൂചി ഉപയോഗിച്ച് ഒരു ദ്വാരമിട്ടു. അതിനുള്ളിൽ ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. രണ്ടാമത്തെ കുപ്പിയുടെ വശങ്ങളിൽ കൂടുതൽ ചെറിയ ദ്വാരമല്ല, ഇവിടെ ദ്വാരങ്ങൾ നാക്കുക കേട്ടോ. ദ്വാരങ്ങൾ ഇട്ടു. അതിൽ വെള്ളം നിറച്ച് മഴ പെയ്യുന്നത് പോലെ ആദ്യത്തെ കുപ്പിയിലേക്ക് വെള്ളം നനയ്ക്കുക. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ എന്ത് എഴുതണം? നിരീക്ഷണം എഴുതുകയാണ്. എന്താണ് നമ്മൾ കണ്ടെത്തിയ നിരീക്ഷണം? എന്താ? മണ്ണ് നിറച്ച കുപ്പിയിലേക്ക് വീഴുന്ന ജലം മണ്ണിൽ താഴുന്നു. അതായത് നമ്മൾ മഴ പെയ്യിപ്പിക്കുന്നു അല്ലെ, ഉണങ്ങിയ മണ്ണിൽ നമ്മൾ മഴ പെയ്യിപ്പിക്കുന്നു. ആ പെയ്യിപ്പിച്ച മഴ എന്താണ് ആവുന്നത്? ആ മണ്ണിലേക്ക് താഴ്ന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയ നിഗമനം എന്താണ്? ഉണങ്ങിയ മണ്ണിന് ജലം ഉൾക്കൊള്ളുവാൻ ഉള്ള കഴിവുണ്ട്. അതേസമയം നമ്മൾ എടുത്ത മണ്ണെന്ന് പറഞ്ഞാൽ നല്ല നനഞ്ഞ ഒരു നനഞ്ഞ നിറയെ വെള്ളമുള്ള നനഞ്ഞ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ ആവില്ല. ആ വെള്ളം നേരെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുക. ഇത് ഉണങ്ങിയ മണ്ണായതുകൊണ്ട് ഉണങ്ങിയ മണ്ണിന് ജലം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിഗമനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പേജ്, ജലസ്രോതസ്സുകൾ. എന്താണ് ജലസ്രോതസ്സുകൾ എന്ന് വെച്ചാൽ? അതായത് കിണർ, കുളം, ജലാശയങ്ങൾ. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജലം കിട്ടുക? കിണർ, കുളം, പുഴ, കടല്. അപ്പൊ ഇതൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ് കേട്ടോ. അപ്പൊ 3 കുട്ടികൾ എന്താ പറയണത്? ഒന്നാമത്തെ കുട്ടി എന്താ പറയണത്? എൻ്റെ വീട്ടിൽ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്. രണ്ടാമത്തെ ആൾ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ്, അതിൽ എത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല. മൂന്നാമത്തെ ആൾ എന്താ പറയണത്? തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത് എഴുതൂ. അപ്പൊ എവിടെന്നാണ് നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത്? ചിലർക്ക് ഡാമിൽ നിന്നായിരിക്കാം, ചിലർക്ക് പുഴയിൽ നിന്നായിരിക്കാം, കിണറിൽ നിന്നാവാം അല്ലെ. നമ്മളിവിടെ കുറച്ച് ജലാശയങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്, ജലസ്രോതസ്സുകളുടെ പേര് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്, ആ ജലം ലഭിക്കുന്നത് എവിടെയാണോ ആ ജലസ്രോതസ്സിന്റെ പേര് എഴുതുക കേട്ടോ. അടുത്തത്, സുരംഗയും കേണിയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. എക്സാമിന് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാംസിനൊക്കെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സുരംഗയും കേണിയും.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക, പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. സുരംഗ എന്ന് വെച്ചാൽ എന്താ, കേണി എന്ന് വെച്ചാൽ എന്താ? സുരംഗ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അത്ര ക്ലിയർ അല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. സുരംഗ എന്ന് വെച്ചാൽ എന്താന്ന് പറയാം. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ജലം, ജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകയിലെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗങ്ങൾ ഉള്ളത്. അടുത്തത് കേണി എന്ന് വെച്ചാൽ എന്താ? കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്നത്രയും ആഴമേ കേണികൾക്കുണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പേജ്, ജീവജലം. ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? പട്ടിക പൂർത്തിയാക്കൂ. പുഴയിലെ വെള്ളം ഈ ജീവികൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ആ ജീവികളുടെ പേര് എഴുതാൻ ഒരു കോളുണ്ട്. ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ, അതായത് ആ ജീവികൾക്ക് ആ ജലം കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് എഴുതുക. സിമ്പിൾ അല്ലേ ഇത്? മീൻ എന്തിനാ ജലം? അതിന് ജീവിക്കാൻ തന്നെ ജലം വേണം അല്ലേ? അപ്പൊ എന്താണ്? ആവാസത്തിന്. ആനയ്ക്ക് എന്തിനാ? കുടിക്കാൻ, കുളിക്കാൻ. കൊക്കിന് എന്തിനാണ്? കൊക്ക് അല്ലെങ്കിൽ കൊറ്റി എന്തിനാ? ആഹാരം ശേഖരിക്കാൻ. അതിന് ആവശ്യമുള്ള മീൻ എവിടെയാണ്? പുഴയിലാണ് അല്ലെ. മുതലയ്ക്ക് ആവാസത്തിന്. കടുവ കുടിക്കാൻ, കുളിക്കാൻ. കുരങ്ങിന് എന്തിനായിരിക്കും? അത് തന്നെ അല്ലെ, കുടിക്കാന് കുളിക്കാനൊക്കെ തന്നെയാണ് ആവശ്യം. കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജലം? നമ്മൾ എന്തിനൊക്കെയാണ് ജലം ഉപയോഗിക്കുന്നത്? കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ, വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാൻ, ചെടി നനയ്ക്കാൻ, പാചകത്തിന്, അങ്ങനെ നമ്മുടെ ലിസ്റ്റ് നീണ്ടുപോകില്ല. നമ്മളെല്ലാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ എഴുതി ചേർക്കുക. അടുത്തതായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം നോക്കൂ, ചിത്രം ഒന്ന് നിരീക്ഷിക്കൂ. എന്താണ് കൊടുത്തിരിക്കുന്നത് ചിത്രത്തിലുള്ളത്? വറ്റി വരണ്ട ഭൂമിയാണ് അല്ലെ. മരങ്ങളെല്ലാം ഉണങ്ങിയിരിക്കണു. വെള്ളത്തിനായിട്ട് ആളുകൾ ഒരു പൈപ്പിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ് അല്ലെ. കുടങ്ങളും പാത്രങ്ങളുമായിട്ട് ക്യൂ നിൽക്കുകയാണ്. എല്ലാവിടെയും വറ്റി വരണ്ട് നിൽക്കുകയാണ് അല്ലെ. ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും എന്നാണ് ചോദ്യം. എന്തൊക്കെ സംഭവിക്കും? എന്തെല്ലാം ഉണ്ടാവും? ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും. കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ. സസ്യങ്ങളൊക്കെ ഉണങ്ങും. ഉണങ്ങി മറ്റു ജീവികൾക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ. ജീവജാലങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങും. ഒരുപാട് ജലം ലഭിക്കാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ ജീവിക്കാൻ സാധിക്കില്ല അല്ലെ. അടുത്തത് പാഴാക്കരുത്. അടുത്ത ടോപ്പിക്കാണ് പാഴാക്കരുത്. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ. ഒരു പത്രവാർത്തയുടെ ഹെഡിങ് ആണത്. ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അല്ലെ. പത്രവാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ജലം പാഴാകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് എഴുതുക. ഇതുപോലെ ജലം വേസ്റ്റ് ആവുന്ന വേറെ എന്തൊക്കെ സന്ദർഭങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? പല്ല് തേക്കുമ്പോൾ ടാപ്പ് അനാവശ്യമായിട്ട് തുറന്നിടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. നിങ്ങളിൽ തന്നെ പലരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലർ എങ്ങനെയായിരിക്കും? അതായത് വെള്ളം ആവശ്യത്തിന് വെള്ളം പിടിച്ചു വെച്ചിട്ട് ഒരു ബക്കറ്റിലോ കപ്പിലോ പിടിച്ചിട്ട് അതിനുശേഷം പല്ല് തേക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അതായത് ആവശ്യത്തിനുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യുക. അല്ലാണ്ട് പൈപ്പ് തുറന്ന് വെച്ചിട്ട് അങ്ങനെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വെള്ളം പാഴാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്. നമ്മൾ ശ്രദ്ധിക്കാണ്ട് ടാങ്ക് അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. അതും വെള്ളം പാഴാവുന്ന ഒരു സന്ദർഭമാണ്. അടുത്തത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ജലം പാഴാകുന്നത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ടാപ്പുകൾ അനാവശ്യമായി തുറന്നിടരുത്. അടുത്തത് നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതായത് ഒരു ബക്കറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെള്ളം എത്ര ആവശ്യമുണ്ടോ കുളിക്കാൻ അതെന്ത് ചെയ്യും? ഓൾറെഡി നമ്മളൊരു ബക്കറ്റിൽ നമ്മൾ പിടിച്ചു വെക്കുക. അല്ലാതെ പൈപ്പ് ഓൺ ചെയ്തിട്ട് അങ്ങനെ കുളിച്ചുകൊണ്ടേ ഇരുന്നാൽ ഒരുപാട് വെള്ളം യൂസ് ചെയ്യും. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ട് കുളിക്കുക. നെൽവയലുകൾ നിരപ്പാക്കുന്നത് ഒഴിവാക്കുക. കിണറും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വാട്ടർ ടാങ്കുകൾ കവിഞ്ഞൊഴുകുന്നത് ഒഴിവാക്കുക. അടുത്തത് ജലശുദ്ധീകരണം. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണ്ണിൽ വീണ മഴവെള്ളം എങ്ങനെയാണ്? മണ്ണിലൊക്കെ അങ്ങനെ മിക്സ് ആയിട്ട് അങ്ങനെ കലങ്ങി മറിഞ്ഞിട്ടായിരിക്കില്ല. പക്ഷെ അത് കിണറ്റിലെത്തുമ്പോഴോ തെളിഞ്ഞിട്ടായിരിക്കും. ആ വെള്ളമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കിണറ്റിലെ വെള്ളം അത് കിണറ്റിലേക്ക് മഴവെള്ളം ഇറങ്ങാറുണ്ട്, കലങ്ങിയ വെള്ളം. പക്ഷെ അവിടെ എത്തുമ്പോൾ അതെന്താവും? തെളിയുന്നു. അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം.
കാരണമാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. മഴവെള്ളത്തിന്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ചില സ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. ആ കലങ്ങിയ വെള്ളം മണ്ണിലൂടെ ഉള്ളിലോട്ട് അരിച്ചിറങ്ങുമ്പോഴാണ് അത് എന്തായി വരുന്നത്, തെളിഞ്ഞു വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് നമ്മുടെ രണ്ടാമത്തെ, അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ്. എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് കൂടെ കാണുക കേട്ടോ. EVS മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ 3rd യൂണിറ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്